ക്രൂശിത രക്ഷക വിമോചന. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അതിനുശേഷമേ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാവൂ. പലപ്പോഴും എങ്ങനെയാണെന്നറിയാമോ, നമ്മൾ പറയും ദൈവമേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചതാ, എന്നിട്ട് ഞാൻ നിന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാന്ന് പറയുന്നത്. അതല്ല, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിക്കാതെ തന്നെ ദൈവം പൂർത്തീകരിച്ചു തരും. ഇതിപ്പോ എങ്ങനെയാണെന്നറിയോ, നമ്മൾ കടന്ന് മല്ലടിച്ചുകൊണ്ടിരിക്കുക, ദൈവം അത് ചെയ്ത് തന്നെ എൻ്റെ ജോലി ശരിയാകുന്നില്ല, വിവാഹം ശരിയാകുന്നില്ല, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുക. ഇത് തന്നെ നാഴികയ്ക്ക് 40 വട്ടം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയാ? ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് പറയാവൂ. ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ചിട്ട് വേണം നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തിനാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ പോലും ലോകത്തിലേക്ക് അയച്ചത് എന്ന് ചോദിച്ചാൽ, അതിന് അതിപ്രധാനമായ അല്ലെങ്കിൽ ഒരൊറ്റ ഉത്തരത്തിൽ നമുക്കതിനെ സംഗ്രഹിക്കാൻ പറ്റും: ബന്ധങ്ങൾ ശരിയാക്കാൻ. ഹല്ലേലൂയ. ആദ്യ മാതാപിതാക്കൾ മൂലം, പാപം മൂലം തകർന്നുപോയ ദൈവത്തോടുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കാൽവരി കുരിശിൽ അല്ലേ, ഈശോയുടെ കിടന്ന് കുരിശിലാ കിടന്നത് അല്ലേ. കുരിശ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ, ഇങ്ങനെയല്ലേ കുരിശിരിക്കുന്നത്, ഇങ്ങനെ കുരിശിരിക്കുന്നത്. അതായത് ഇത് ദൈവത്തോടുള്ള ബന്ധം, ഇത് സഹോദരങ്ങളോടുള്ള ബന്ധം. ഈ 2 ബന്ധങ്ങളാണ് ഈശോ കുരിശിൽ തകർന്നു പോയത് പുനഃസ്ഥാപിച്ചത്. എന്ന് പറഞ്ഞാൽ യേശു ലോകത്തിലേക്ക് വന്നതിന്റെ ലക്ഷ്യം പോലും ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാതെ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതെങ്ങനെ നടക്കും? കാരണം യേശു ആത്യന്തികമായിട്ട് വന്നത് പോലും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 14-ാമത്തെ വചനം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. 13 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി നിങ്ങൾ സമീപസ്ഥരായിരിക്കുന്നു. ഒരിക്കൽ അകലങ്ങളിലായിരുന്നവര് കുഞ്ഞാടിന്റെ രക്തം, യേശുവിന്റെ രക്തം വഴി ഇപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അങ്ങനെ അല്ലെ സമീപസ്ഥരായി. എന്നിട്ട് പിന്നെ പറയാണ്, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും, അതായത് യഹൂദരുണ്ടായിരുന്നു, വിജാതീയരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തലത്തിലാണ് പറയുന്നത്. ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തെ അറിയാത്തവർ, എങ്ങനെ വേണമെങ്കിലും കാണാം. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിൽക്കെട്ടുകൾ അവൻ തകർക്കുകയും ചെയ്തു. അപ്പൊ യേശു തന്റെ രക്തം വഴി, അതായത് തന്റെ ബലി വഴി, തന്റെ കുരിശുമരണം വഴി, തന്റെ വിശുദ്ധ കുർബാന വഴി, അങ്ങനെ വേണം പറയാനായിട്ട്, ഈശോ ചെയ്ത് തന്നെ അവൻ തന്റെ രക്തം വഴി ശത്രുതയുടെ മതിൽക്കെട്ടുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിൽ ഇല്ലാതാക്കി. എന്നിട്ട് പറയാണ്, ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കൈകൂപ്പി മുട്ടുകുത്തി ഭയഭക്തിയോടെ നിന്നിട്ട്, കർത്താവേ, എനിക്ക് വിശുദ്ധ കുർബാനയിൽ കുറേ നിയോഗങ്ങളുണ്ട്, എനിക്ക് പറയാൻ ഒറ്റ നിയോഗമുള്ളൂ, ഇപ്പം എനിക്ക് ജോലിയില്ല, ഇതാണ് എൻ്റെ നിയോഗം, അല്ലെങ്കിൽ എൻ്റെ വിവാഹം നടക്കുന്നില്ല, ഇതാണ് എൻ്റെ നിയോഗം, എൻ്റെ കടബാധ്യത മാറുന്നില്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ മുട്ടുകുത്തി കൈനൊക്കെ കൂപ്പി ഭക്തിയോടൊക്കെ പറയും. ഈ വിശുദ്ധ കുർബാന കർത്താവിൻ്റെ ബലിയാണ്, യേശുവിൻ്റെ ബലിയാണ്. ഈശോ തന്നെ തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി ചിന്തുകയാണ് ഈ ബലിയിൽ ചെയ്യുന്നത്. അപ്പൊ യേശു എന്തിന് തന്റെ രക്തം ചിന്തി എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് എന്തിനാ? ബന്ധം പുനഃസ്ഥാപിക്കാനാണ്, ശത്രുതയുടെ മതിൽക്കെട്ടുകളെ തകർക്കാനും അങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കാനും വേണ്ടിയിട്ടാണെന്നാണ് വചനം പറയുന്നത്. അപ്പോ യേശു ഇവിടെ അർപ്പിക്കുന്ന ബലി അത് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിനും ശത്രുതയുടെ മതിൽക്കെട്ടുകൾ ഇതാ ഈ ബലിയുടെ യോഗ്യതയാൽ തകർക്കപ്പെടട്ടെ എന്നൊക്കെ യേശു ആഗ്രഹിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും ഈശോ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ, അവന്റെ ശരീരവും രക്തവും നമുക്ക് അവൻ തരുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ശത്രുതയുടെ മതിൽക്കെട്ടുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അപ്പോ
കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടാതെ എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവകരങ്ങളിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ പറയുന്നത്. ശത്രുതയുടെ സകല മതിൽക്കെട്ടുകളും നമ്മൾ തകർക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ശത്രുതയുടെ മതിൽക്കെട്ടുകളില്ല. ക്രിസ്ത്യാനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അത് 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. അത് ആത്മീയ ലോകത്തെ, അതായത് എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിവുള്ള, ആധിപത്യത്തിലും അടിമത്തത്തിലും ആത്മീയ നാശത്തിലേക്കും തള്ളിയിടാൻ കഴിവുള്ള ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, പിശാച്. നമുക്ക് വേറെ ശത്രുക്കൾ ഈ ലോകത്തില്ല. കൂപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും കർത്താവിനെ ആരാധിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളൊക്കെ തമ്പുരാനോട് പറയുക. ഇതൊരു സ്വകാര്യ നിമിഷമായിട്ട് മാറട്ടെ. നീയും നിന്റെ ഈശോയും മാത്രം. നമ്മളെ സ്നേഹിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ജീവിതങ്ങളുമായി നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും, പങ്കുവയ്ക്കാൻ തുടങ്ങും. നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളും ഹൃദയത്തിന്റെ വേദനകളും ആരോടും പറഞ്ഞിട്ടില്ലാത്തതും പങ്കുവെച്ചിട്ടില്ലാത്തതുമായ നേരുന്ന നൊമ്പരങ്ങൾ എല്ലാം നമ്മൾ പറയാൻ തുടങ്ങും, പങ്കുവയ്ക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു സ്വകാര്യ നിമിഷമായിട്ട് ഈ നിമിഷം മാറട്ടെ. നീ നിന്റെ ഈശോയും മാത്രം. നിന്നെ കേൾക്കാൻ ഇതാ നിന്റെ കർത്താവ് നിന്റെ ചാരെ. നിന്റെ കയ്യെത്തും ദൂരത്ത് നിന്റെ കർത്താവില്ലേ, നിന്റെ കണ്ണെത്തും ദൂരത്ത് നിന്റെ കർത്താവില്ലേ. നീ വിളിച്ചാൽ നിന്റെ വിളി കേൾക്കുന്ന ദൂരത്തല്ലേ നിന്റെ കർത്താവ് ഇപ്പോൾ. അതുകൊണ്ട് നിന്റെ സങ്കടങ്ങളെ ഈശോയോട് പറ, നിന്റെ വേദനകൾ ഈശോയുടെ മുമ്പിൽ ഇറക്കി വെക്കേ. മോനെ, നീ എന്തിനെ കുറിച്ചാ ഇത്രമാത്രം ഭാരപ്പെടുന്നേ? എന്താ നിന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങള്? എന്തൊക്കെയാണ് നിന്റെ ഭാവിയെ കുറിച്ചുള്ള ആകുലതകള്? ഓരോന്നോരോന്ന് ഈശോയുടെ അടുത്തൊന്ന് പറഞ്ഞേ. ഉള്ളു തുറക്ക്, ഹൃദയം തുറക്ക്, ജീവിത ഭാരങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ചില ജീവിതത്തിന്റെ ഭാരങ്ങൾ നമുക്ക് വഹിക്കാവുന്നതിനപ്പുറമായിരിക്കും. ഒരു പരിധി കഴിയുമ്പോ നമുക്ക് പിന്നെ ചുമക്കാൻ പറ്റില്ല. ഇതിന്റെ ഭാരം കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മുടെ ചുമടിന്റെ ഭാരം അമിതമാണെന്നും ചുമക്കാൻ പറ്റാത്തതാണെന്നും തോന്നുന്ന സമയങ്ങൾക്ക് മുമ്പേ നിന്റെ ഭാരം നീ ഇറക്കി വെക്കേ. കർത്താവെങ്കിൽ ഇറക്കി വെക്കേ. ഉടനെ കർത്താവ് പറഞ്ഞത്, ഭാരം വഹിക്കുന്നവരും അധ്വാനിക്കുന്നവരും എന്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഇത് കർത്താവ് ചുമ്മാ പറഞ്ഞതാണോ? അല്ലല്ലോ, പറഞ്ഞ ദൈവമല്ലേ, അത് സത്യമല്ലേ, നിത്യസത്യമല്ലേ. അത് ഉണ്ട്. ഈശോ തന്നെയാ പറഞ്ഞത്, നിങ്ങൾ അധ്വാനിക്കുന്നവരാണോ, നിങ്ങൾ ഭാരം വഹിക്കുന്നവരാണോ, എന്റെ അടുക്കലേക്ക് വാ. പ്രായമൊരു പ്രശ്നമല്ല. ജീവിതത്തിന്റെ ഭാരത്തിന്റെ കാഠിന്യം എത്ര വലുതാകട്ടെ, ഇതൊന്നും കർത്താവിനൊരു പ്രശ്നമല്ല. കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. എന്തിനാ? കർത്താവിന്റെ അടുത്തേക്ക് ആ ഭാരം കർത്താവ് എടുത്തുകൊള്ളും. ഭാരങ്ങൾ ഇറക്കി വെച്ചെന്ന് പ്രാർത്ഥിച്ചേ. സങ്കടങ്ങളൊക്കെ ഇറക്കി വെച്ചെന്ന് പ്രാർത്ഥിച്ചേ. കണ്ണുനീരിന്റെ കാരണങ്ങളെ കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചേ. നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളില്ലേ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന ജീവിതത്തിന്റെ വേളകളും അനുഭവങ്ങളും ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാന്റെ കരങ്ങളിലേക്ക് അനുഭവങ്ങളെ സമർപ്പിച്ചിട്ട് പറ, തമ്പുരാനെ, ഒന്നും മനസ്സിലാകുന്നില്ല, നീ എന്നെ സഹായിക്കണമേ.
മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വെച്ച് ആർക്കെല്ലാം വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെ പ്രത്യേകം ദൈവത്തിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുക. മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.